മാധ്യമങ്ങൾക്ക് നേരെ കുരച്ച് ചാടുന്ന നായയാണ് എം വി ഗോവിന്ദനാണ് നേമം ഏരിയ കമ്മിറ്റി യോഗത്തിലും എം വി ജയരാജന്റെ സാന്നിധ്യത്തിൽ ഈ വിമർശനം വരുന്നത്. മാധ്യമങ്ങൾക്ക് നേരെ കുരച്ച് ചാടുന്ന നായയാണ് എം വി ഗോവിന്ദൻ എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. കല്ലൂരിൽ നിന്നുള്ള ഒരു യുവ നേതാവാണ് ഈ വിമർശനം ഉന്നയിച്ചത്. മാധ്യമങ്ങളെ ചാടിക്കടിക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചത്. അത് ഗോവിന്ദൻ കടിക്കുമോ എന്ന് വരെ വോട്ടർമാർ ചോദിച്ചു എന്നുള്ള വിമർശനമാണ്, രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം കൂടിയാണ് ഉയർന്നു വരുന്നതെന്നുള്ളതുകൊണ്ട്. അതായത് ഇരിക്കുന്ന പദവിയുടെ മഹത്വം ഗോവിന്ദൻ അറിയില്ല. മാത്രമല്ല ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിച്ച ശേഷമാണ് ഗോവിന്ദൻ ഗിരിപ്രഭാഷണം നടത്തുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഉയർന്നു വന്നു. 17 അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുത്തത്. ആ 17 അംഗങ്ങളിൽ 7 പേർ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ എതിർത്തു, 10 പേരാണ് അനുകൂലിച്ചത്. ആ 10 പേരിൽ ഒന്ന് പിണറായി വിജയനായിരുന്നു, രണ്ടാമത്തേത് എ വിജയരാഘവനായിരുന്നു, മൂന്നാമത്തേത് ജനറൽ സെക്രട്ടറി എം എ ബേബി ആയിരുന്നു. അപ്പോൾ നാലാമത്തേത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നതിനെ എതിർത്തുവെങ്കിൽ പോലും ഭൂരിപക്ഷ അംഗങ്ങളുടെ പിന്തുണയിലാണ് അതിന് അംഗീകാരം നൽകിയത്. ഏതായാലും ആ ഒരു തീരുമാനം കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. കേന്ദ്ര കമ്മിറ്റി ആ ഒരു തീരുമാനത്തിന് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അതേസമയം ഷിഹാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ വിമർശനമാണ് പിണറായി വിജയനെതിരെയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. നേതാക്കളുടെ പെരുമാറ്റം, ഏകാധിപത്യ സമീപനം, ശൈലി, ഇതൊക്കെ തന്നെ ജനങ്ങളെ അകറ്റാൻ കാരണമായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശൈലിയും പെരുമാറ്റവും രീതികളും ഒക്കെ തന്നെ മാറ്റിയില്ല എങ്കിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇനി ഭാവിയില്ല എന്ന നിലയിൽ തന്നെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഏതായാലും യുവാക്കൾ പാർട്ടിയിൽ നിന്ന് അകന്നു, മധ്യവർഗം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയെങ്കിൽ പോലും ആ ക്ഷേമ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ നിലപാടുകളിൽ ആ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഗുണം ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന വിമർശനം കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ തിരിച്ചടി പ്രത്യേകം വിലയിരുത്തുന്നതിനായി ഒരു പാർട്ടി പ്ലീനം വിളിക്കണം എന്ന ആവശ്യവും ചില അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന കീഴ്ഘടകങ്ങളിൽ അടക്കം തുടരുന്ന ചർച്ചകൾ അത് ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പ്ലീനം വിളിക്കണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ അന്തിമ തീരുമാനമുണ്ടാവുക. ഏതായാലും സമാനതകളില്ലാത്ത വലിയ വിമർശനം തന്നെയാണ് ഇത്തവണ CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സംസ്ഥാന ഘടകത്തിനെതിരെയും കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഇതൊരു തെറ്റുതിരുത്തലിനുള്ള ഒരു മുന്നറിയിപ്പായി സംസ്ഥാന ഘടകം വിലയിരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.